എന്റെ ശരികളായിരിക്കില്ല വേറൊരാളുടെ ശരി. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കൾച്ചർ. നമുക്ക് ആക്ച്വലി ഈ സോഷ്യൽ മീഡിയ പേജ് കൊണ്ട് ഒരു ഗോളില്ല. There's always a public display of affection. നടക്കുമ്പോ കൈ പിടിച്ച് നടക്കും. നമ്മൾ എത്ര പേരൻസ് കൈ പിടിച്ച് നടക്കും നമ്മൾ കണ്ടു. യുവർ ബോഡി ഈസ് യുവർ ബോഡി. അത് ചിലപ്പം തടിച്ചിരിക്കും, ഇത് ചിലപ്പം മെലിഞ്ഞിരിക്കും. You learn to accept your body in whichever shape and form. ഇതെന്തോ സംഭവമാണ്, ഇത് വെളിയിൽ കാണിക്കാൻ കൊള്ളത്തില്ലാത്തൊരു സംഭവമാണ്. എന്നെ കെട്ടിയ പിന്നെ കുട്ടി മറയ്ക്കാൻ അവസരം കൊടുക്കുന്നില്ല. വെളുത്തിരിക്കുന്ന പിള്ളേർക്ക് എന്തോരം കോംപ്ലിമെന്റ്സും അല്ലാത്ത പിള്ളേർക്ക് എന്തൊരു നെഗറ്റീവ് കമന്റ്സും കിട്ടും. അത് നമ്മളിവിടെ കാണാറുണ്ട്. നമ്മൾ പാരന്റ്സ് കുട്ടികളെ കൊണ്ട് കണ്ണാടിന്റെ മുമ്പിൽ വെച്ചിട്ട് രാവിലെ അമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ ക്യാൻ ഡു ഇറ്റ്. മറ്റാരും കൊടുക്കാത്ത എന്തെങ്കിലും നമ്മുടെ കണ്ടന്റിൽ ഉണ്ടാവണം. ഇപ്പൊ നമുക്കിപ്പം മക്കളുണ്ടെങ്കിൽ പോലും വി ഡെഫിനറ്റ്ലി വോണ്ട് ടു റിസർവ് എ പാർട്ട് ഓഫ് അവർ ഡേ ജസ്റ്റ് ഫോർ അസ്. നമ്മുടെ ലവ്ഡ് വൺസിന്റെ അക്നോളജ്മെന്റ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മള് രോഗിയെ നമ്മള് സേവിക്കുക എന്നുള്ളതാണ്. We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. Unbounded dreams, untold stories. This is Meera Shankar and you are listening to Beyond Borders. പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന എന്നാൽ ഒരുപാട് പേർക്ക് കൗതുകമുണർത്തുന്ന മലയാളി ദമ്പതികളാണ്. നമ്മുടെ നാടിന്റെയും സംസ്കാരത്തിന്റെയും നല്ല വശങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ തങ്ങൾ ജീവിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തെയും വെസ്റ്റേൺ കൾച്ചറിനെയും ജീവിത രീതികളെയും യാതൊരു ഒളിച്ചു മറയുമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുന്ന ദമ്പതികൾ ടെനി ഹെൻറി ഗോമസ് MD ആൻഡ് ജോർജിയ തെക്കേത്തൊട്ടിയ DDS. വെൽക്കം ടു ദ ഷോ. Thank you. ഐ എം സോ പ്രൗഡ്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തപ്പോഴത്തേനും നിങ്ങൾ യെസ് പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ നേരിട്ടാണ്. എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വളർന്നത്, എവിടെയാണ് പഠിച്ചത്, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, വളരെ ഷോർട്ടായിട്ട് രണ്ടുപേരും കൂടെ പറഞ്ഞു. കാരണം ഞാനത് എടുത്തു പറഞ്ഞു, നിങ്ങളുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാന് ജനിച്ചത് നാട്ടിലാണ്, കേരളത്തിലാണ്, കോതമംഗലം. ഇന്ന് ചെറുതായിരുന്നപ്പോ തന്നെ എന്നിട്ട് നമ്മള് ഗൾഫിലായിരുന്നു, മസ്കറ്റിലായിരുന്നു. അപ്പൊ സ്കൂളിംഗ് ഒക്കെ അവിടെ ചെയ്തു. സ്കൂളിംഗ് 10th വരെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് വിട്ടു തന്നെ. അങ്ങനെ നാട്ടില് BDS ഞാൻ ചെയ്തു. 12th കഴിഞ്ഞ് BDS ചെയ്തു. അപ്പൊ ആ BDS ഞാൻ 3rd ഇയർ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മള് ഫാമിലി ആയിട്ട് US മൂവ് ചെയ്തത്. 2004 നമ്മൾ US മൂവ് ചെയ്തു. ഞാൻ എന്നിട്ട് തിരിച്ച് ഞാൻ അന്നേരം 3rd ഇയർ BDS ചെയ്തുകൊണ്ടിരുന്നാലും തിരിച്ച് നാട്ടിൽ പോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക ചെയ്തേ. വന്നിട്ട് പിന്നെ ഇവിടെ ബാക്കിയുള്ളത് നമുക്ക് ഇവിടുത്തെ ലൈസൻസിങ്ങിന് അവിടെ അത് ബോർഡ് എക്സാംസ് ഒക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ അത് പഠിച്ചു. ഞാൻ തിരിച്ച് നാട്ടിൽ പോയി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് 2007 എത്തി. അത് കഴിഞ്ഞ് ആ സമയത്ത് നമുക്ക് ബോർഡ് എക്സാംസ്, അപ്പൊ ബോർഡ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് അതൊക്കെ എടുത്ത് 2009 ഞാൻ NYU കോഴ്സിന് കയറി. അതൊരു 3 ഇയർ ക്ലിനിക്കൽ പ്രോഗ്രാം ആയിട്ടാണ്. അപ്പൊ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് 2012 ഗ്രാജുവേറ്റ് ചെയ്ത്. അപ്പൊ അതിന് ജസ്റ്റ് മുന്നേ ഒരു 6 months മുന്നേ ആയിരുന്നു നമ്മുടെ കല്യാണം. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മൂവ് ടു ഷിക്കാഗോ. അങ്ങനെ അപ്പൊ ഞാനും ഒരു ഫെയർലി സിമിലർ സ്റ്റോറിയാണ്. നമ്മള് 7 വയസ്സ് വരെ ഞാൻ അലൈനിലായിരുന്നു. അപ്പം ഫാദറും മദറും നമ്മള് എന്റെ സിസ്റ്റേഴ്സും അലൈനിലായിരുന്നു. അപ്പം 8 വയസ്സായപ്പോ സമയത്ത് മമ്മി സിക്കായി. അപ്പം വി മൂവ് ബാക്ക് ടു കേരള ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പൊ അത് കഴിഞ്ഞ് സ്കൂളിംഗ് എല്ലാം കൊല്ലത്തെ ഇൻഫന്റ് ജീസസ് സ്കൂൾ എന്ന് പറയും. അപ്പൊ 12th വരെ അവിടെ. അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ, പിന്നെ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. അപ്പൊ മെഡിസിൻ കഴിഞ്ഞിട്ട് പിന്നെ ഹൗസ് ഏജൻസി കഴിഞ്ഞ് 1 വർഷം എടുത്തിട്ടാണ് പിന്നെ US വരുന്നത്. USMLE എഴുതി ഇവിടെ വന്നു. ഷിക്കാഗോയില് കുക്ക് കൗണ്ടി ഹോസ്പിറ്റലിൽ റെസിഡൻസിക്ക് ജോയിൻ ചെയ്തു. ആൻഡ് ആ സമയത്താണ് അവിടെ ഇന്റേൺ ഇയർ ചെയ്യുന്ന സമയത്താണ് കല്യാണം കഴിയുന്നത്. ആൻഡ് ദെൻ ഇവൾ ആ സമയത്ത് ന്യൂയോർക്കിൽ നിന്ന് അവളുടെ ഡെന്റിസ്ട്രി കഴിയുമ്പോൾ ഷീ കെയിം ടു ഷിക്കാഗോ. ആൻഡ് ഷിക്കാഗോന്ന് പിന്നെ മൂവ് ഡൗൺ ടു റിച്ച്മണ്ട് ഫോർ മൈ ഫെലോഷിപ്പ്. ആൻഡ് ഫെലോഷിപ്പ് കഴിഞ്ഞ് ഫീൽഡിലേക്ക് ജോലി. ഒരാള് ഡെന്റിസ്ട്രിയും മറ്റൊരാള് എസ്തെറ്റീഷ്യനുമാണ്. അല്ല, ഞാൻ ഫിസിഷ്യനാണ്. ഫിസിഷ്യനാണ്. പക്ഷെ ഇത് എസ്തെറ്റിക്സ് ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്. അങ്ങനെയാണ്. അപ്പൊ നമ്മളൊരു മലയാളി കൾച്ചർ, നമ്മള് മലയാളി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വരുന്ന നമ്മൾക്ക് പെട്ടെന്ന് നമ്മളൊരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴത്തേനും പലരും ഇപ്പൊ അങ്ങനെയല്ല. എല്ലാരും വെസ്റ്റേൺ കൺട്രിയിൽ താമസിക്കുവാണെങ്കിലും മലയാളി കൾച്ചർ, മലയാളി എന്നുള്ള ഒരു ഇത് കീപ്പപ്പ് ചെയ്ത് പോകുന്നവരാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്നായിരിക്കത്തില്ല, ചിലപ്പോൾ ഇവഞ്ച്വലി ആയിരിക്കാം ആ ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട്. അതെങ്ങനെയായിരുന്നു ആ ഒരു ചേഞ്ച്? എങ്ങനെയായിരുന്നു?
എനിക്ക് അങ്ങനെ ഒരു അത്ര ഒരു മലയാളി കൾച്ചർ എന്ന് പറയാനായിട്ട് നമ്മളെല്ലാം കണ്ടാണല്ലോ. സോ അത് ഇറ്റ് വാസ് എ ലിറ്റിൽ ഡിഫറെന്റ്. നാട്ടിലധികം അങ്ങനെ വളരാത്ത കാരണം. പിന്നെ നമ്മൾ ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഫോർ മീ ദ ബിഗസ്റ്റ് ചേഞ്ച് വാസ് നമ്മൾ ഇവിടെ കോളേജിൽ പോയി, നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് പഠിച്ച് അങ്ങനെ ഒരു കോളേജ് ലൈഫ് നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി നമ്മൾ ഇവിടുത്തെ കൾച്ചറിലേക്ക് കുറച്ചുകൂടി അത് അസിമിലേറ്റ് ചെയ്യാം. ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മലയാളി കൾച്ചറിൽ നല്ല കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഐ സ്റ്റിൽ കീപ് ഇറ്റ്. അറ്റ് ദ സെയിം ടൈം വെസ്റ്റേൺ കൾച്ചറിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഐ കീപ് ഇറ്റ്. സോ അത് രണ്ടും കൂടി ഒരു മിക്സ് ആണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിലേതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ രണ്ടിനും ഇതിന്റെ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്, രണ്ടും ഉണ്ട്. സോ ഐ ലൈക്ക് ടു കീപ് എന്റെ ശരികളായിരിക്കില്ല വേറൊരാളുടെ ശരി. എനിക്ക് ഈ രണ്ട് കൾച്ചറിൽ എന്തൊക്കെ ഇഷ്ടമാണോ അതെല്ലാം ഞാൻ കീപ്പ് ചെയ്യുന്നു. എനിക്ക് എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൾച്ചറൽ ഡിഫിക്കൽട്ടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പാർട്ട്ലി ബിക്കോസ് നമ്മളെ വളർന്നു വന്നൊരു സാഹചര്യമാണ്. നമ്മുടെ നാട്ടിലാണ് വളർന്നതെങ്കിലും നമ്മളൊരു ആംഗ്ലോ ഇന്ത്യൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഫാമിലിക്ക്. അപ്പോ നാട്ടിലിപ്പം സാധാരണ രീതിയിൽ മലയാളികളുടെ ഇടയിൽ വളർന്നതാണെങ്കിലും കൊച്ചിലെയൊക്കെ വീട്ടിൽ ഞാൻ ആക്ച്വലി മലയാളം സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ഇംഗ്ലീഷാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അത് മാത്രമല്ല, അതൊരു ജസ്റ്റ് ലാംഗ്വേജ് മാത്രമല്ല, ഓവറോൾ ഇപ്പം ഫാദർ മദറൊക്കെ കുറെ നാള് സിംഗപ്പൂർ ആയിരുന്നു. അപ്പം ഒരു വേൾഡ് വ്യൂ ഡിഫറെന്റ് ആണ് കമ്പയർഡ് ടു കൺവെൻഷണൽ മലയാളി. അപ്പൊ എനിക്ക് തോന്നുന്നു അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടാണെങ്കിലും ഇവിടെ ഇപ്പം ഒരു വെസ്റ്റേൺ കൾച്ചർ ആണോ ഞാൻ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഐ എം നോട്ട് ഷുവർ. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കൾച്ചർ, ജിയ പറഞ്ഞ പോലെ തന്നെ സം ഓഫ് ഇറ്റ് ഇസ് റൂട്ടഡ് ഇൻ മൈ ഓൺ കൾച്ചർ ബാക്ക് ഇൻ കേരള. ബാക്കിയൊക്കെ എനിക്ക് ശരിയാന്ന് തോന്നുന്നതും എനിക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ ഒരു ടിപ്പിക്കൽ മലയാളിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഐ വാസ് ഓൾവേസ് സോർട്ട് ഓഫ് ഓഡ് വൺ ഇൻ ദാറ്റ് റിഗാർഡ്. കാരണം നമ്മുടെ ഒരു അപ്ബ്രിംഗിങ് അങ്ങനെ ആയതുകൊണ്ട് ഡിഫറെന്റ് കൾച്ചേഴ്സ് ഇൻവോൾവ് ചെയ്ത് നമ്മൾ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചതിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴത്തേനും വളരെ ട്രാൻസ്പെറന്റ് ആണ്. നിങ്ങൾ ഒന്നും തന്നെ ഒളിച്ചു വെക്കുന്ന ഒരു ഫാമിലി അല്ല നിങ്ങൾ. സോ ആൾക്കാരുടെ നെഗറ്റീവ് കമന്റ്സ് നിറച്ചു വരാറുണ്ട്. സോ അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് വരുമെന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. അതിനെങ്ങനെയാ അപ്പൊ അങ്ങനെ ഒരു കമന്റ്സ് വരുമ്പോഴത്തേനും അതിന് നമ്മൾ എങ്ങനെയാ അത് ഓവർകം ചെയ്ത് അത് പോകുന്നത് എങ്ങനെയാണ്? അത് അതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നതിന്റെ ഒരു റീസണും നമ്മൾ എന്തിനാണ് ഈ പേജ് വെച്ചിരിക്കുന്നത് ഉള്ളതൊക്കെ അതിനൊരു ഉത്തരവാണ്. കാരണം നമുക്ക് ആക്ച്വലി ഈ സോഷ്യൽ മീഡിയ പേജ് കൊണ്ട് ഒരു ഗോളില്ല. ഇപ്പം എനിക്ക് ഒരു 10 ഫോളോവേഴ്സിനെ കൂട്ടാം, അല്ലെങ്കിൽ ഇന്ന ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയ സംഭവമല്ല ഈ സോഷ്യൽ മീഡിയ പേജ്. നമ്മളൊരു സുപ്രഭാതത്തിൽ ഓക്കെ ദിസ് ഇസ് എ ഫൺ തിങ്. നമ്മുടെ എക്സ്ട്രീംലി ബിസി ആയിട്ടുള്ള നമ്മുടെ കരിയേഴ്സിനിടയ്ക്ക് ദിസ് ഇസ് ജസ്റ്റ് സോർട്ട് ഓഫ് an outlet for us to share some humor, just keep an exciting part of us going. കമന്റുകള് ഇപ്പൊ ജിയനെ കുറച്ചുകൂടെ എഫക്ട് ചെയ്യും, എന്നെ അത് ഒട്ടും ഫേസ് ചെയ്യാറില്ല. കാരണം നമുക്ക് നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഐഡിയ ഉണ്ട്, ഐ നോ വാട്ട് ഐ. അപ്പൊ അതുകൊണ്ട് വേറൊരാൾ വന്ന് നമ്മൾ വിമർശിക്കുമ്പോ അത് അത്ര എന്നെ എഫക്ട് ചെയ്യാറില്ല. പക്ഷെ അത് എന്റെ ഫാമിലിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പം എന്റെ പേരൻസ് അല്ലെങ്കിൽ എന്റെ എക്സ്റ്റൻഡഡ് ഫാമിലിയൊക്കെ അവര് എന്നെ പോലെ അത്ര ഒരു ബോൾഡ് ആവണമെന്നില്ല. ദേ ആർ വെരി കൺസർവേറ്റീവ്. അപ്പം ആരെങ്കിലും ചെന്ന് നിന്റെ മോൻ ഇങ്ങനെ ആയി പോയില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈറ്റ് ബി എഫക്ടിങ് ദം, ബട്ട് ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ്. പക്ഷെ ഇപ്പൊ ജിയ ഡെഫിനറ്റ്ലി ഷീസ് പാർട്ട് ഓഫ് മീ. അപ്പൊ കമന്റ്സിന്റെ നമ്മുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ ആണ്, ഇങ്ങനെയൊക്കെ വെറുതെ നമ്മൾ പറയിക്കണോ എന്നുള്ളൊരു കോൺവെർസേഷൻ വരാറുണ്ട്. പക്ഷെ ഷീ ഈസ് ഡീലിംഗ് വിത്ത് her own way. She can talk about that. ചിലപ്പോ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് വി നോ ഹൂ വി ആർ അല്ലെ. നമ്മള് ഈ ടെനി പറഞ്ഞ പോലെ തന്നെ നമ്മള് സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ ഒരിക്കലും ആർക്കും ഒരു മെസ്സേജ് കൊടുക്കണം എന്നോ അല്ലെങ്കിൽ നാട്ടുകാരെ നന്നാക്കണം എന്നോ അല്ലെങ്കിൽ എല്ലാരും നമ്മളെ കൂട്ടാക്കണം എന്നോ അങ്ങനെ ഒരു ഇതിലും തുടങ്ങിയതല്ല. ലൈക്ക് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്ന പോലെ തന്നെ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻസ്റ്റാഗ്രാം. ആക്ച്വലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് തന്നെ. വി ബോത്ത് ഹാഡ് അവർ ഓൺ ഫേസ്ബുക്ക് പ്രൊഫൈൽസ്. ആൻഡ് ദെൻ ഒരു ദിവസം എന്റെ ഒരു ഫ്രണ്ട് എന്റെ കൂടെ ഡെന്റൽ സ്കൂളിൽ ഇവിടെ പഠിച്ച കുട്ടി പറഞ്ഞു, ഫേസ്ബുക്ക് മുഴുവൻ ഇപ്പൊ പ്രായമായവരുടെയാണ്, യു ഷുഡ് ജംപ് ഓൺ ഇൻസ്റ്റാഗ്രാം, അവിടെയാണ് നമ്മൾ യങ്സ്റ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഐ വാസ് ലൈക്ക് ഓക്കെ എന്താണ് ഇൻസ്റ്റാഗ്രാം? അന്നേരമാണ് നമ്മൾ അതുപോലെ നോക്കുന്നത്. ആൻഡ് ദിസ് വാസ് നോട്ട് ടു ലോങ് അഗോ, മേ ബി ലൈക്ക് 5 years ago.
അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കി ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ ദ ഫസ്റ്റ് തിങ് ഐ സീ ഈസ് എനിക്ക് അപ്പീലിംഗ് ആയി തുടങ്ങിയത് ഈ മൂവി റീൽസ് ഉണ്ടല്ലോ. ഐ ഓൾവേസ് ബീൻ എ മൂവി ബഫ്. പ്രത്യേകിച്ച് നമ്മൾ ഗൾഫിലൊക്കെ വളർന്നു വരുമ്പോ മൂവി ആയിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫാമിലിയിൽ ഹസ്ബീൻ, ഞാൻ, എന്റെ അനിയൻ, എന്റെ അപ്പൻ, എന്റെ അമ്മ, ഈ മൂവീസ് ആയിരുന്നു ഞങ്ങളുടെ ഒരു ഫൺ എന്ന് പറഞ്ഞ ബിഗസ്റ്റ് എലമെന്റ് ഓഫ് അവർ ഫൺ വാസ് മൂവീസ്. അപ്പോ ഈ മൂവി റീൽസ് എല്ലാവരും ഇങ്ങനെ ലിപ്സിംഗ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പൊ എനിക്ക് അപ്പൊ അന്നേ അഭിനയിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ എന്നാ നമുക്കിത് ചെയ്യാം, അപ്പൊ നമുക്ക് റീൽസ് ചെയ്യാലോ. അങ്ങനെ 1-2 മൂവി റീൽസ് ചെയ്ത് പിന്നെ എപ്പോഴോ നമ്മൾ ഒരിക്കലും നമ്മുടെ തന്നെ ഒരു റീല് ചെയ്ത് കഴിഞ്ഞപ്പോ പീപ്പിൾ ജസ്റ്റ് ലൈക്ക് ഓവർ നൈറ്റ് അത്. അങ്ങനെ പീപ്പിൾ ലൈക്ക് ദിസ് ഇസ് ഫൺ. അപ്പൊ അങ്ങനെ നമ്മള് കൂടുതലും നമ്മുടെ കോമഡിയാണ് അതിനകത്ത് ഇടുന്നത്. പിന്നെ നമ്മുടെ ട്രാവലിങ്, നമ്മുടെ ലൈഫ്, നമ്മളുടെ ഇടയിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി തുടങ്ങി. നമ്മള് അത്ര കുറച്ച് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു കപ്പിള്, ഒരു സാധാരണ ഒരു കൺസർവേറ്റീവ് മലയാളി കപ്പിൾ അല്ലാണ്ട് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ജോക്സ് പോലും ആൾക്കാർക്ക് അത് യങ്സ്റ്റേഴ്സിനെ ദേ കണക്റ്റഡ് ടു ഇറ്റ്. ഒബ്വിയസ്ലി ചിലപ്പോൾ ഓൾഡർ ജനറേഷനിലുള്ളവർക്ക് അത് പിടിക്കുന്നുണ്ടാവില്ല. നമ്മൾ അങ്ങനെ ഓപ്പൺലി ജോക്സ് ഒക്കെ. ഇപ്പൊ ഞാൻ തുടക്കത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനാണെങ്കിൽ ടെനിയെ എടാന്ന് വിളിക്കുന്നതിന് നമുക്ക് ഒത്തിരി ക്രിറ്റിസിസം കിട്ടിയവരുണ്ട്, എന്തുകൊണ്ട് ഹസ്ബൻഡിനെ ചേട്ടാന്ന് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമുക്കപ്പോ കൂടുതലും ഇതൊരു ഫൺ എലമെന്റ് ആണ്. പക്ഷെ ഇതിന് നമുക്കിപ്പോ ഒരു മോണിറ്ററി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഒരു ഉദ്ദേശത്തോടെയാണെന്ന് ചോദിച്ചാൽ ആബ്സല്യൂട്ട്ലി നോ. ഇപ്പൊ 4 ദിവസം എനിക്ക് തോന്നാണ് എനിക്ക് സോഷ്യൽ മീഡിയ ബോറായി തുടങ്ങി. ഐ ജസ്റ്റ് വാണ്ട് ടു ഡു സംതിങ് എൽസ്. ഐ ഫീൽ ലൈക്ക് ഐ വിൽ ബി ലൈക്ക് ഓക്കെ, ലൈക്ക് ഡിസ്കണക്ടിങ് ഫ്രം സോഷ്യൽ മീഡിയ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോലിയുടെ ഇടയ്ക്കാണെങ്കിലും ഒരു പേഷ്യന്റ് കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്തെങ്കിലും ഫോണിൽ നോക്കി ഒരു തമാശ കമന്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റി നമ്മൾ അത് നോക്കിയിരുന്ന് ചിരിക്കും. ഒരു ഫൺ. ഇപ്പൊ നമ്മൾ വിദേശത്ത് താമസിക്കുന്ന പ്രത്യേകിച്ച് ഇമിഗ്രന്റ് ആയിട്ട് വന്നിട്ടുള്ള മലയാളികളായാലും തമിഴ് ആൾക്കാരായാലും വെളിയില് അവരുടെ സ്വത്വം എന്ന് പറയും, അത് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാ. അവർ പറയും ഞങ്ങളുടെ കൾച്ചർ കീപ്പ് ചെയ്യും, ഞങ്ങളുടെ റൂട്ട് ഞങ്ങൾ വിടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഉള്ളിൽ അവര് പാശ്ചാത്യ രീതിയാണ്, ലൈക്ക് വെസ്റ്റേൺ കൾച്ചറാണ്. അവർക്ക് ആഗ്രഹമുണ്ട് വെളിയിൽ ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമൂഹം എന്ത് പറയും എന്നുള്ള പേടി കൊണ്ടാണ് അങ്ങനെ അവര് ഒഴിഞ്ഞു മാറുന്നത്. ഈ ഒരു സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന മലയാളികളായ നിങ്ങൾക്ക് ഇത്രയും പരസ്യമായിട്ട് ഇങ്ങനെ ഇതൊക്കെ കാണിക്കാം എന്നൊക്കെ ഉള്ള ഒരു ധൈര്യം എവിടെ നിന്നാണ്? എങ്ങനെയാണ് അത് വന്നത്? അപ്പോ ഞാൻ ഇത്രയും കഥകൾ പറഞ്ഞു മനസ്സിലായി. മീന, എനിക്ക് ഓണസ്റ്റ്ലി ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ ഒരു കാര്യമായിരിക്കും അത്. കാരണം നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ വേഷമാണെങ്കിലും വീട്ടിലും നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ പ്രണയമാണെങ്കിലും മക്കളുടെ ഫ്രണ്ടിലാണെങ്കിലും ഫ്രണ്ടിലല്ലെങ്കിലും the way we express love and affection, അതൊന്നും ഞാൻ ചിന്തിക്കുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ് ഇസ് എ ബിഗ് ഡീൽ. പക്ഷെ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നത് ഒരുപാട് യങ്ങർ കപ്പിൾസ് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ നിങ്ങളെ പോലെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരെന്ത് പറയും, സ്വന്തം അച്ഛനമ്മമാരെന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒരുപാട് എല്ലാ ദിവസവും നമുക്ക് റിക്വസ്റ്റ് കപ്പിൾസ് ടോക്കിംഗ് ടു us about that. നമ്മുടെ DMs നോക്കുകയാണെങ്കിൽ എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എനിക്ക് ഉത്തരവൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് ഇറ്റ് ഇസ് ജസ്റ്റ് നമ്മുടെ ഒരു മെന്റൽ ഫ്രെയിം വർക്ക് ആണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണോ ജെനുവിൻലി വാട്ട് ഐ ഫീൽ വിത്തിൻ ഇസ് ഹൗ വി ആക്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മുടെ അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഡ്രസ് ചെയ്യുന്ന രീതിയാണെങ്കിലും നമ്മൾ ഇവിടെ ഈ നാട്ടിൽ വരുമ്പോ ഇറ്റ് ഇസ് നമ്മൾ ഇവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഓരോരുത്തർക്കും അവരവരുടെ സ്പേസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ നെയ്ബർ ആണെങ്കിൽ പോലും നിന്റെ വീട്ടിൽ എന്തോ നോക്കുന്നു അവരെ നോക്കാറില്ല. ദേ ആർ ഡൂയിങ് ദെയർ ഓൺ തിങ്, വി ആർ ഡൂയിങ് അവർ ഓൺ തിങ്. അപ്പം ഇൻ ദ സെയിം വേ ഐ ഫീൽ ലൈക്ക് ഇപ്പം എനിക്കാണെങ്കിലും ജിയക്കാണെങ്കിലും ഇടാൻ കംഫർട്ടബിൾ എന്താണോ ടു വെയർ ഇറ്റ്, ടു എക്സ്പ്രസ് ഇറ്റ്. അപ്പൊ അത് ഇറ്റ് ഇസ് എ ക്വാളിറ്റി ദാറ്റ് വി കൻ ഡെഫിനറ്റ്ലി ലേൺ ഫ്രം ദ വെസ്റ്റേൺ വേൾഡ് അല്ലെ. നമ്മളിങ്ങനെ പീപ്പിൾ ആർ നോട്ട് നോസി ഹിയർ, ഇവരെന്ത് വേഷം ഇടുന്നു, അവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു, ആ ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പം ആ ഒരു തോട്ട് പ്രോസസ് ആണ് എനിക്കുള്ളത്. വാട്ട് എവർ ഐ എം കംഫർട്ടബിൾ ഇൻ, however I want to express my love, if it is not hurting anybody else, അത് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ കൾച്ചർ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫാമിലി നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ അച്ഛനമ്മമാര്, സഹോദരങ്ങള്, എക്സ്റ്റൻഡഡ് ഫാമിലി, എല്ലാവർക്കും വേറൊരു വ്യക്തിയെ പിടിച്ച് കൺട്രോൾ ചെയ്യാനുള്ള പ്രവണതയാണ് അല്ലെ. എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യവും അവരും ചെയ്യരുത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര് അല്ലെ. അപ്പൊ അതിനേക്കാളും എന്ത് ബെറ്റർ ആണ് നമ്മള് let me live my life, you live your life.
കൾച്ചറിൽ എക്സാമിനെയാണ് എത്ര പേരൻസിനെ അങ്ങനെ കാണുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളുടെ പിള്ളേർ ഇങ്ങനെ ആയിരിക്കണം. അല്ല, ദേ ലെറ്റ് ദെയർ കിഡ്സ് ആഫ്റ്റർ 18 ആണെങ്കിൽ 18 ദേ ലെറ്റ് ദെയർ കിഡ്സ് ബി the person who they are. അതെന്തുകൊണ്ട് നമ്മുടെ കൾച്ചറിൽ പറ്റുന്നില്ല? നമ്മൾ എക്സ്പ്രസീവ് ആണെന്ന് അതിനെങ്ങനെ ധൈര്യം കിട്ടിയെന്നുള്ള, നമ്മൾ ആ ധൈര്യം ബിൽഡപ്പ് ചെയ്ത് വരുന്നതല്ല. നമ്മൾ ആ കൾച്ചറിൽ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ വെൻ യു സീ കപ്പിൾസ് ഓവർ ഹിയർ, അവര് ഭയങ്കര എക്സ്പ്രസീവ് ആണ് അല്ലെ. ദർ ഇസ് ഓൾവേസ് ദ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ. നടക്കുമ്പോ കൈ പിടിച്ച് നടക്കും. നമ്മുടെ എത്ര പേരൻസ് കൈ പിടിച്ച് നടക്കും നമ്മൾ കണ്ടു. പക്ഷെ അത് കാണുമ്പോൾ നമുക്കത് ഇഷ്ടമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ചെയ്തു തുടങ്ങിയതാണോ? അല്ല. യു ഹോൾഡ് ഹാൻഡ്സ് ആൻഡ് യു വാക്ക്. വൺസ് യു ഡു ദാറ്റ് ആൻഡ് യു ലൈക്ക് ഇറ്റ്, and then if both partners രണ്ടുപേർക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ then that becomes a part of your life. ഇപ്പൊ എന്റെ അപ്പനും അമ്മയും വീട്ടിലുള്ള സമയങ്ങളിലാണെങ്കിൽ പോലും, അവരിപ്പോ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ, അന്നിട്ടാണെങ്കിൽ പോലും ടെനി ജോലി കഴിഞ്ഞ് വരികയാണെങ്കിൽ the first thing I go give him a kiss. അതിപ്പോ എന്റെ പേരൻസിന്റെ മുന്നിൽ വെച്ചാണ്. ഇതേപോലെ എത്ര കപ്പിൾസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് അവർക്കും ഇപ്പൊ awkward അല്ല, because they know these kids are doing it out of their love for each other. അത് അവർ ജഡ്ജ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ദ സെയിം തിങ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് നമ്മൾ വേറെ രാജ്യത്ത് ജീവിക്കുമ്പോൾ, നാട്ടിലാണെങ്കിൽ കൂടി നമുക്ക് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്, ഐ ഫീൽ ലൈക്ക് എ ലോട്ട് ഓഫ് ദം വാണ്ട് ടു ചേഞ്ച് ദാറ്റ് ഇൻ ദ സൊസൈറ്റി. അപ്പൊ നമുക്ക് ജീവിക്കേണ്ടത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി തിങ്. കാരണം അതാണ് ഏറ്റവും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്കിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ജീവിക്കുന്നത് നമുക്ക് ഒത്തിരി ക്രിറ്റിസിസംസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് ഈസിയർ വേ ഔട്ട് ഇസ് live the way the society wants you to live, right? Appo vera criticisms illa, you fit in everybody's boxes. But when you immediately jump out of that box, everybody starts throwing stones at you. But then you have to live your own life, right? You have to break out of that box. നേരത്തെ മീര ചോദിച്ചാൽ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിന്റെ കാര്യം മീര സംസാരിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ബ്യൂട്ടി ഓഫ് ആർ ജനറേഷൻ ഇസ് ദാറ്റ് സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നും നമുക്കൊരു ജീവിതം ഉണ്ടാകാറില്ല. We lived in an era there was no social media. ഓർക്കുട്ട് വരുന്നതിന് മുന്നേയും നമ്മള് അപ്പം ഫോർച്ചുനേറ്റ്ലി വി ആർ ഏബിൾ ടു നാവിഗേറ്റ് ദാറ്റ്. അല്ലെ, നമുക്ക് ട്രെൻഡുകളൊന്നും വിഷയമല്ല. ഇപ്പൊ ഇവിടെ പറയായിരുന്നു നമ്മുടെ വി കിസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പേരൻസ്. അപ്പം അവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ ജഡ്ജ് ചെയ്താലും നമുക്ക് വിഷയമല്ല. യുനോ ജിയ പറഞ്ഞ പോലെ ഓക്കെ, ഇപ്പം യങ്സ്റ്റേഴ്സ് എവ്രിബഡി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണ് ചെറുക്കനെ എങ്ങനെ കെട്ടിപ്പിടിക്കണം, എങ്ങനെ ഉമ്മ വെക്കണം, that is what is motivating them. നമുക്ക് അങ്ങനെയല്ല. whatever I feel comfortable, whatever we feel comfortable, we just do it. അതിന് സോഷ്യൽ മീഡിയക്ക് ഒരു പങ്കില്ല. സോഷ്യൽ മീഡിയ ട്രെൻഡ് ഉണ്ടെങ്കിലും ട്രെൻഡ് ഇല്ലെങ്കിലും we are kind of authentic to how we feel against each other, towards each other. അപ്പൊ അതുകൊണ്ട് അതൊരു ഇപ്പം സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ആയിരിക്കും. വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇഷ്ടമല്ലേ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. സോ ആ പോയിന്റിലേക്ക് വരുമ്പോഴത്തേനും ജിയയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ്? അത് എങ്ങനെയാ ജിയ അതിനെ അങ്ങനെയുള്ള ക്രിറ്റിസിസം ഒക്കെ വരുമ്പോൾ ജിയ അതിനെ എങ്ങനെയാണ് കാണുന്നത്? പറഞ്ഞ പോലെ തന്നെ നമ്മളെന്ത് ധരിക്കണം നമ്മളാണ്. നമുക്ക് എന്താണോ കംഫർട്ടബിൾ, നമുക്ക് ധരിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ധരിക്കുക അല്ലെ. എനിക്കിപ്പോ തോന്നുകയാണ് ഞാൻ ഇന്ന് സാരിയുടെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് എനിക്ക് പോകണം. അത് ഇടാൻ എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്കിതിടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇടാൻ എനിക്ക് പറ്റണം, റൈറ്റ്? അത് മറ്റുള്ളവരെന്ത് പറയുന്ന വിചാരിച്ചാൽ അത് ഇടാണ്ടിരുന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെ എപ്പോ അത് ചെയ്യാനാണ്? അതുകൊണ്ട് അങ്ങനെ സൊസൈറ്റി പറയും അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യുന്ന വിചാരിച്ചാൽ അത് ഇടുന്നില്ല എന്ന് വിചാരിക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോ ഓരോ ഒക്കേഷനിലും നമ്മൾ ഓരോന്ന് ഇടുന്നപ്പോ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ബി മൈൻഡ്ഫുൾ ഓഫ് where you're wearing what എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, നമ്മൾ പള്ളി പോകുമ്പോ if you ask me going to wear a mini short ഒരു ക്ലബിങ്ങിന് പോകുന്ന നോ, ദാറ്റ് ഇസ് വെയർ യു സോഷ്യലി അവെയർ. ഓക്കെ, ഓരോന്നിനും അതിന്റേതായ ഒരു എറ്റിക്കറ്റ് ഉണ്ടെന്നുള്ളത്. ഇപ്പൊ എന്നോട് ഞാൻ തുടക്കത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ ആക്ച്വലി നമ്മള് ഒരു വൺ പീസ് ഇട്ടു എന്ന് വിചാരിച്ചു. അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭാര്യയെ സ്വിംസൂട്ട് ഇടാൻ സമ്മതിച്ചോ എന്ന് ചോദിച്ചവരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്താണെന്നുള്ളതിന് എനിക്ക് വേറെ ആരുടെയും സമ്മതം വേണ്ട, അത്. പിന്നെ നമ്മൾ ബീച്ചിൽ പോകുമ്പോ നമ്മുടെ സ്വിം വെയർ ഇടുന്നു പറഞ്ഞത് ദാറ്റ് ഇസ് ദ വേ യു ഷുഡ് ഡ്രസ് അപ്പ് ഫോർ ഇറ്റ് അല്ലെ. നമ്മളിപ്പോ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ ഒരാള് ഒരു സാരി അല്ലെങ്കിൽ ചുരിദാർ ഇട്ട് പൂളിലേക്ക് ഇറങ്ങാൻ വരുമ്പോ അവിടെ ഇവിടെ ഉള്ളവര് ജീവിക്കുന്നവരെ പൂളിൽ നോക്കുമ്പോ ദേ ലുക്ക് അറ്റ് യു ലൈക്ക് ഓ മൈ ഗോഡ് വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്. അത് മാത്രം ലുക്ക് മാത്രമല്ല, hygienic. Exactly. So that is where you have to know, you have to be socially aware. ഓരോ സ്ഥലത്ത് നമ്മൾ എന്താണ് ഇടുന്നത്, എന്താണ് what is okay to wear, what situation എന്നുള്ളത്.
അതിലിപ്പോ I have no issues and I'm not worried about what other people are going to think. അത് ഐ തിങ്ക് ഇറ്റ്സ് ഒരു ഇവോൾവിംഗ് പ്രോസസ്സാണ്. ഇപ്പം ജിയ ആണെങ്കിൽ പോലും ഇപ്പം കുറച്ചുകൂടെ ഇപ്പം റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ട് തുടങ്ങുന്നത് തന്നെ ഇറ്റ് ഇസ് വെനെവർ ഷീ ലേറ്റർ ഓൺ ഇൻ ലൈഫ് ആണ്. ഇപ്പം കല്യാണത്തിന് മുന്നൊന്നും ജിയ അങ്ങനത്തെ ഉടുപ്പുകൾ ഇട്ടിട്ടേ ഇല്ല. കല്യാണത്തിന് മുന്നേ ആക്ച്വലി അവള് മുട്ടിന് മേലോട്ടുള്ള ഡ്രസ്സസ് ഒന്നും ധരിച്ചിട്ടില്ല. സോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഹണിമൂൺ സമയത്ത് തന്നെ ഇവിടെ നമ്മള് ഡൊമിനിക്കനിലായിരുന്നു ഹണിമൂൺ. ആ സമയത്ത് ഇവിടെ ബിക്കിനി ഇട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ ഇവളുടെ ബന്ധുക്കളെല്ലാവരും ഇറ്റ് വാസ് എ ബിഗ് ഡീൽ ഫോർ ദം. I was like, what is the problem here? She is a grown woman and she felt like she wanted to try it. അതിലെന്താണ് പ്രശ്നം? നമ്മള് ഈ ലോകം മുഴുവനും ഇപ്പൊ ബെസ്റ്റ് വേൾഡ് മൊത്തം ഒരു പൂളിൽ പോകുമ്പോ വേറെ അപ്രോപ്രിയേറ്റ് ബിക്കിനി അല്ലേ? നമ്മളിപ്പം ഒരു ബീച്ചിലോ പൂളിലോ പോകുന്ന സമയത്ത് ചിലപ്പോ ഒരുപാട് വണ്ണമുള്ള ആൾക്കാരായിരിക്കും നമുക്ക് കംഫർട്ട് എന്താണോ, വാട്ട് മേക്സ് യു ഫീൽ ഗുഡ്, അത് നമുക്ക് ഇടാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം അപ്പൊ ജിയക്ക് അതൊരു പ്രോസസ്സായിരുന്നു. അപ്പം ഷീ ഓൾസോ വാസ് സോർട്ട് ഓഫ് ഇൻ ദ ബോക്സ്. ഓക്കെ, അവരെന്ത് പറയും ഇവരെന്ത് പറയും, അതിനകത്തുനിന്ന് ഇങ്ങനെ പയ്യെ ഗ്രോ ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോഴും ആൾക്കാര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഓക്കെ ഇത് ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ അടുത്ത് നമ്മൾ സ്പെയിനിൽ പോയ സമയത്താണെങ്കിൽ പോലും എന്റെ കാല് കൂടുതൽ കാണുന്നുണ്ടോ, തുട കൂടുതൽ കാണുന്നുണ്ടോ, അതൊരു ഡിസ്കംഫർട്ട് ഇപ്പോഴും ഉണ്ട്. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഓഫ് ഓഫ് ഹർ. അപ്പം ഐ അഡോർ ഹർ, ഐ അഡ്മയർ ഹർ. അപ്പൊ ഞാൻ പറയാം, ജിയ യു ലുക്ക് ക്വൈറ്റ് പെർഫെക്റ്റ്, ദ ഇംപെർഫെക്ഷൻസ് ആർ ക്വൈറ്റ് പെർഫെക്റ്റ്. അപ്പൊ അത് ആ കോൺഫിഡൻസിലേക്ക് വരാൻ കുറച്ച് സമയം കാരണം ഒരു 2 decades of her life, almost 3 decades of her life, ആൾക്കാരൊക്കെ നിന്റെ അത് കാണാൻ കൊള്ളത്തില്ല, നിന്റെ ഇത് കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി യു ഫീൽ ഇൻസെക്യൂർ അബൌട്ട് യുവർ ബോഡി. അവിടെ ഇറ്റ് ഇസ് ഗോയിങ് ടു ടേക്ക് another decade to get out of that. അപ്പൊ നമ്മുടെ പേരൻസ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കൊച്ചുനാളിൽ തൊട്ടേ അവർ കൊടുക്കേണ്ട ഒരു ബോഡി പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ആ സംഭവം, ഇറ്റ് ഇസ് എ ബിഗ് ഡീൽ. നമ്മുടെ നാട്ടിലെ ഇപ്പം ഒരു ജീൻസ് പാന്റ് ഇട്ട് ഒരു കുഞ്ഞ് നടന്നു പോവുകയാണെങ്കിൽ വീട്ടുകാർ, എടി നീ അത് മറക്കേ, ഇത് മറക്കേ, so they automatically feel like something in my body is not looking good from the childhood. ഇപ്പം ഇവളുടെ പേരൻസ് ഇപ്പം മോളെടുത്ത് ഇപ്പോഴും പറയാറുണ്ട്, എടി നീ അത് താത്തിട്ട് ഇത് താത്തിട്ട്. അപ്പം വാട്ട് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻസ് ഇസ് ആ കുഞ്ഞിലായിരിക്കും, ഓക്കെ എന്തോ പ്രശ്നമുണ്ട്, എന്റെ ശരീരത്തിന് എന്തോ പ്രശ്നമുണ്ട്, ആൻഡ് ദേ ദെൻ ലിവ് ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ് തിങ്കിങ് ദാറ്റ്. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ല. യുവർ ബോഡി ഈസ് യുവർ ബോഡി. അത് ചിലപ്പം തടിച്ചിരിക്കും, ഇത് ചിലപ്പം മെലിഞ്ഞിരിക്കും. You learn to accept your body in whichever shape and form. അത് മാറ്റണോ വേണ്ടയോ എന്നുള്ളത് നിന്റെ തീരുമാനം. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ പേരൻസ് നമ്മുടെ കുട്ടികളിൽ നിന്ന് എടുത്ത് മാറ്റും നമ്മുടെ കൾച്ചറിലെ നാട്ടില്. That is very true. കാരണം ഞാൻ ചെയ്തപ്പോ വളർന്നു വന്നപ്പോ ഐ സ്റ്റിൽ റിമെമ്പർ എന്റെ ആന്റിമാരൊക്കെ നമ്മൾ കുറച്ചൊക്കെ പ്രായമായി സാരി കൊടുത്തു തുടങ്ങി. സാരി മീൻ ഇപ്പൊ കോളേജിലൊരു ഫംഗ്ഷനൊക്കെ സാരി കൊടുക്കുമ്പോ അവര് ഒബ്വിയസ്ലി അവരെ കുറ്റം പറയുന്നതല്ലേ, അവര് ജനിച്ചു വന്ന അവര് വളർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ്. ദേ യൂസ് ടു സേ, ഓ ജിയാക്ക് എന്നാ കുണ്ടിയാന്ന് പറഞ്ഞു. സോ ദെൻ ഐ ഓട്ടോമാറ്റിക്കലി ഫെൽറ്റ്, ഐ ഹാവ് ടു ദെൻ ഹൈഡ് ഇറ്റ്. അപ്പൊ സാരി ഉടുക്കുമ്പോഴാണെങ്കിലും തുമ്പ് വെച്ചത് ഇങ്ങനെ മറച്ചു പിടിച്ചല്ലാണ്ട് നടക്കുന്നില്ല. ബിക്കോസ് ഇൻ മൈ മൈൻഡ് ഇതെന്തോ സംഭവമാണ്, ഇത് വെളിയിൽ കാണിക്കാൻ കൊള്ളത്തില്ലാത്തൊരു സംഭവമാണ്. എന്നെ കെട്ടിയ പിന്നെ കുണ്ടി മറക്കാൻ അവസരം കൊടുക്കുന്നില്ല. മറച്ചു പോരുന്നതാണ് എന്റെ ഒരു ഇൻസ്ട്രക്ഷൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പത്തിൽ അത് കേട്ട് വന്നപ്പോ ഐ വാസ് ലൈക്ക്, ഓ ദാറ്റ് ഇസ് എ ബാഡ് തിങ്, പക്ഷെ ഇറ്റനി പറഞ്ഞ പോലെ ഇറ്റ് ടുക്ക് എ ഡെക്കേഡ് ഓഫ് ലൈക്ക് ലിവിംഗ് ഹിയർ to know that it's something I should be flaunting because I naturally have it, right? God's gift. Yes, exactly. So that is where നമ്മള് I think നമ്മുടെ പിള്ളേര് വളർന്നു വരുമ്പോഴാണെങ്കിലും just ഇറ്റനി പറഞ്ഞ പോലെ ബോഡി പോസിറ്റിവിറ്റി, just to let them know. ഇപ്പൊ തന്നെ നമ്മൾ ഇന്നലെ ഇട്ട പോസ്റ്റില്, ഇന്നലെ ഞാൻ ഇട്ട പോസ്റ്റില്, പിള്ളേരോടുള്ള പോസ്റ്റിന് അത് 1-2 പേര് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം, ഈ മോളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മോളാന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് എ കളർ. അപ്പൊ ഞാൻ ആലോചിക്കും ഏത് കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരെന്നുള്ളത് ഞാൻ ചിന്തിക്കും. അപ്പം മോള് ആക്ച്വലി ഇവിടെ പ്രൈവറ്റ് സ്കൂളിൽ പോകുന്നുണ്ട്. ഇപ്പൊ അവളുടെ സ്കൂളിൽ എൻറ്റയർ സ്കൂളില് 2 കളേർഡ് ചിൽഡ്രനേ ഉള്ളൂ, ബാക്കിയെല്ലാം വെള്ളക്കാരൻ. അപ്പൊ ഇറ്റ് ടുക്ക് ഹർ എ ഫ്യൂ ഇയേഴ്സ് ടു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ദ കളർ ഇസ് doesn't matter. My color doesn't matter. കാരണം എല്ലാരും വെളുത്തിരിക്കുക. But she used to come home and say, ഡാഡി ഞാൻ എന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്, ബാക്കി എല്ലാവരും എന്താ വെളുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കറുത്തിരിക്കുമല്ലേ, കമ്പയർഡ് ടു ദ വൈറ്റ് ഗായ്, ഐ എം ഓൾസോ ഡാർക്കർ.
അപ്പൊ it took her a while to understand that okay this color doesn't matter. അപ്പം ആ ഒരു കോൺഫിഡൻസ് നമ്മൾ കൊച്ചു നാട്ടിൽ തന്നെ എന്തോരം വെളുത്തിരിക്കുന്ന പിള്ളേർക്ക് എന്തോരം കോംപ്ലിമെന്റ്സും അല്ലാത്ത പിള്ളേർക്ക് എന്തൊരു നെഗറ്റീവ് കമന്റ്സും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നാട്ടില് ഇമാജിൻ ഗ്ലൂട്ടാത്തയോൺ ഈസ് എ ബിഗ് തിങ്. വൈ? ബിക്കോസ് എവറിബഡി തിങ്സ് വൈറ്റ് സ്കിൻ അല്ലെങ്കിൽ ഫെയർ സ്കിൻ സുപ്പീരിയർ, ഇറ്റ് ഇസ് മോർ ബ്യൂട്ടിഫുൾ അല്ലെ? അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഏത് സോഷ്യൽ മീഡിയ ഇപ്പൊ എടുത്ത് നോക്കിയാലും ഓൾ ദോസ് ബിഗ് ഇൻഫ്ലുവൻസ് എല്ലാവരും പോപ്പിംഗ് ഗ്ലൂട്ടത്തയോൺ, IV ഗ്ലൂട്ടത്തയോൺ. വൈ? ബിക്കോസ് അഗൈൻ നമ്മുടെ സൊസൈറ്റിയിൽ ഇറ്റ് ഇസ് എ തിങ് ദാറ്റ് വെളുത്തിരിക്കുകയാണെങ്കിൽ ഡാർക്ക് സ്കിൻ ആയ നോ യു ആർ നോട്ട്. ദാറ്റ് ഈസ് വെയർ ദ സൊസൈറ്റി ഹാസ് ടു ചേഞ്ച്. ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ദ ഹോം. ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം വെയർ ദ പേരൻസ് ആർ ടെല്ലിംഗ് ദ kids, even if your skin is dark, whether you're brown, doesn't matter. You are beautiful who you are. അത് നമ്മൾ ഇവിടെ കാണാറുണ്ട്. നമ്മൾ പാരന്റ്സ് കുട്ടികളെ കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ വെച്ചിട്ട് രാവിലെ അമ്മകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ ക്യാൻ ഡു അഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിലൊക്കെ കുട്ടികൾക്ക് അത് നമ്മൾ എത്ര വട്ടം ചെറുപ്പത്തിലത് കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ നമ്മൾ ഇന്ന് നമ്മളത് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മിസ് ചെയ്ത കാലഘട്ടമാണെന്ന് നമുക്കത് തോന്നിയ. എന്റെ ഫാദർ തന്നെ നമ്മള് ദുബായ് പോയ സമയത്ത് ഇപ്പൊ മോള് കണ്ട സമയത്ത് മൂക്ക് കളർ എന്ത് പറ്റുന്നത് ഇവളെക്കാളും കാത്തിരിക്കുകയാണ് എന്റെ ഫാദർ. അപ്പൊ ഞാൻ ചോദിച്ചു ഡാഡിക്ക് ഭയങ്കര കളറാണല്ലോ. അപ്പൊ പീപ്പിൾ ആർ സോ ഫണി. ഈ രോഗികളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കിൽ എത്തുന്ന രോഗികൾക്ക് വിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോടൊപ്പം അവരുമായിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, ആ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? പേഴ്സണാലിറ്റി വൈസ് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ഒരു ബബ്ലിനെസ്, ആ ഒരു പോസിറ്റിവിറ്റി ഈസ് പാർട്ട് ഓഫ് ഹൂ വി ആർ. അത് നമ്മൾ സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചെയ്യുന്നതല്ല, നമ്മുടെ ഒരു ഇൻബോൺ പേഴ്സണാലിറ്റി തന്നെയാണത്. അപ്പൊ ഓബ്വിയസ്ലി നമ്മളിപ്പോ ഞാൻ പ്രത്യേകിച്ച് എന്റെ പേഷ്യൻസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ആ ഒരു ലെവൽ ഓഫ് പോസിറ്റിവിറ്റി, ആ ഒരു ലെവൽ ഓഫ് മൈ പേഷ്യൻസ് ലവ് ദാറ്റ്. ഞാൻ ഒരു ടോക്കറ്റീവ് ഡോക്ടർ ആണുള്ളത്. ഇപ്പൊ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും യൂഷ്വലി ഞാനും എന്റെ അസിസ്റ്റന്റ് തമ്മിൽ വി ആർ ഓൾവേസ് ടോക്കിംഗ്, വി ആർ ഹാവിംഗ് കോൺവെർസേഷൻ. അതർ ദാൻ ഡെന്റിസ്ട്രി. സോ ഒത്തിരി പേഷ്യൻസ് പറയാറുണ്ട് ഐ ലവ് ദാറ്റ് എന്നുള്ളത്. കാരണം യൂഷ്വലി ഒരു ഡെന്റൽ ഫോബി ആയിട്ടാണ് പേഷ്യന്റ് വാക്സ് ആൻഡ് സിറ്റ്സ് ഓൺ ദാറ്റ് ചെയർ. അപ്പൊ അവരുടെ വായിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു മൂവി കണ്ട കാര്യമോ അല്ലെങ്കിൽ വീക്കെൻഡ് എന്ത് ചെയ്തു അല്ലെങ്കിൽ അടുത്ത വീക്കെൻഡ് എന്താ പ്ലാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് പുട്ട് ദെയർ മൈൻഡ് അറ്റ് ഈസ് എന്ന് പറയുന്നവരാണ് മെജോറിറ്റി ഓഫ് ദം. സോ അഗൈൻ ദാറ്റ് ഈസ് മൈ പേഴ്സണാലിറ്റി. ജോലിയിൽ വന്ന് എന്റെ സ്റ്റാഫിനോട് ചോദിച്ചാലും they will be like, oh yeah, this is how Dr. Georgia is. അപ്പൊ അതുകൊണ്ട് നമ്മളത് സോഷ്യൽ മീഡിയക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു ബബ്ലിനെസ് അല്ല. ശരിക്കും അങ്ങനെ സോഷ്യൽ മീഡിയ പ്രിറ്റൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല, അതിനുള്ള എനർജി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ജോലി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിള്ളേരുടെ കാര്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് വേറൊരാളായിട്ട് പ്രിറ്റൻഡ് ചെയ്യാൻ എനർജി ഇല്ല. അതൊരു ഫണ്ണി കാര്യമാണ്. കാരണം ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ ഈ പ്രൈവറ്റ് ബെഡ്റൂം സീക്വൻസുകൾ നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ നമ്മളെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മീര, നമ്മളെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളെ വീട്ടിലെ പരിപാടികള് പിള്ളേരുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ബെഡ്റൂമിൽ ബെഡിൽ കിടന്ന് ക്രാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കണ്ടന്റ് എടുക്കാനുള്ള സമയമുള്ളത്. അപ്പം വി ജസ്റ്റ് ഷൂട്ട് വാട്ട് എവർ കംസ് ആ വേ നമ്മളത് ഷൂട്ട് ചെയ്യും. അപ്പൊ ആൾക്കാരെ വിചാരം ഇത് ബെഡ്റൂം സീക്വൻസസ് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ ഇറ്റ് ടേക്സ് സം തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അപ്പം ദ സെയിം ക്വസ്റ്റ്യൻ ഷീ ആൻസർ. അപ്പൊ എന്റെ ഫീൽഡില് ഇപ്പൊ ഇങ്ങനെ ഒരു തമാശകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൈബ്രൻസ് ഒരുപാട് നമുക്ക് എടുത്ത് ചെയ്യാൻ ഫീൽഡ് അല്ല. ഇറ്റ് ഈസ് എ വെരി ഹെവി ഇമോഷണലി ഹെവി sort of a context. അപ്പൊ അതുകൊണ്ട് how it helps me is it helps me cope with that stress. അല്ല ഞാൻ വീട്ടിൽ വന്ന് മച്ച് ലൈറ്റർ ആയിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയ കണ്ടന്റും കമന്റ്സും. ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല ചെരിയുടെ ഫീൽഡ് ഇതാണെന്നുള്ളത്. കുറച്ചു പേർക്ക് അറിയാമായിരിക്കും, പക്ഷെ ഇനി ആൾക്കാർക്ക് മനസ്സിലാവും കേട്ടോ എത്ര അധികം സ്ട്രെസ് എടുത്തിട്ടാണ് ജെനി ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇനി ആൾക്കാർക്ക് മനസ്സിലാവും. പ്ലീസ് കണ്ടിന്യൂ. So that helps me. നമുക്ക് ഇപ്പം ജോലിയിൽ ഇത്രയും ഒരു ഇമോഷണലി ടാക്സിങ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഈ ലൈറ്റർ ആയിട്ടുള്ള കോൺവെർസേഷൻസും അപ്പം ഇപ്പൊ ജിയനേക്കാൾ ഒരുപാട് നമ്മുടെ ഫാൻസോട് ഇന്ററാക്ട് ചെയ്യുന്ന ഞാൻ. ലൈവ് ആണെങ്കിലും കമന്റ്സ് ആണെങ്കിലും ഒക്കെ കൂടുതൽ റെസ്പോൺസ് DMs ആണെങ്കിലും കൊടുക്കുന്നത് ഞാൻ. ബട്ട് ഐ ലൈക്ക് ദാറ്റ് എൻഗേജ്മെന്റ് വിത്ത് അവർ ഫാൻസ്. അപ്പൊ അതൊരു കുറച്ചുകൂടെ ലൈറ്റർ കോൺവെർസേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണ് എസ്തറ്റിക്സിലേക്ക് ഞാൻ വരുന്നത്. കാരണം ഇപ്പൊ ഞാൻ ലേസേഴ്സ് ബോട്ടോക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ മച്ച് മോർ ലൈറ്റർ സൈഡ് ഓഫ് മെഡിസിൻ. അത്രയും ഭയങ്കര ഇമോഷണലി ഹെവി അല്ല. അപ്പൊ അങ്ങനെയാണ് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐഡിയ.
ഒരു ഡോക്ടർ എന്നുള്ള നിലയിലുള്ള ഒരു ഉത്തരവാദിത്തങ്ങളും പിന്നെ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ എന്ന് പറയണ്ട, ഒരു സോഷ്യൽ മീഡിയയിലെ ഫുൾ ടൈം നിങ്ങൾ പിന്നെ ബിസി ആയിട്ടിരിക്കുന്നവരെന്നുള്ള നിലയിലും വരുമ്പോഴത്തേനും ഈ രണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ, ഒരെണ്ണം കംപ്ലീറ്റ് ഭയങ്കര തിക്ക് ഹെവി ആയിട്ടുള്ള ഒരു ഇത്, മറ്റത് ഫുൾ ഫ്രീഡം ആയിട്ടുള്ളത്. ഇത് രണ്ടിനെയും കൂടെ നമുക്ക് എങ്ങനെയാണ് ഒരു 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 എന്താ പറയാ ബൗണ്ടറീസ് എവിടെയാ വരുന്നത്? തോന്നുന്നത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് നമ്മൾ ആൻസർ ചെയ്യാറുണ്ട്. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഫീൽഡുമായിട്ട് നമ്മുടെ ഒരു ലൈഫിന്റെ ഡിഫിക്കൽട്ടി അറിയുന്ന ആൾക്കാരും അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒരു തലത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ചോദിക്കാറ്. കാരണം ദേ നോ ദ ഡിഫിക്കൽട്ടി ടു മാനേജ് എ പ്രൊഫഷണൽ കരിയർ, your children's lives, and to have such a demanding social media presence. കാരണം സോഷ്യൽ മീഡിയ ഒരുപാട് സമയം എടുക്കും. നമ്മുടെ although it is not structured, it takes a lot of time. അപ്പൊ ഐ തിങ്ക് പാർട്ട് ഓഫ് ദാറ്റ് ഈസ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു പ്ലസ് ആണ്, ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ മനസ്സിലുണ്ടാവണം ടു ബി ഏബിൾ ടു ഫങ്ഷൻ വെൽ ഇൻ എ വെരി സ്ട്രക്ചർഡ് എൻവയൺമെന്റ്. അത് മാത്രമല്ല നമുക്ക് ഇതുപോലെ ലൂസായിട്ടുള്ള എന്നാൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഹാക്ക് എന്ന് പറയുന്നത് റെലവൻസ് ആണ് അല്ലെ. യുവർ കണ്ടന്റ് ഹാസ് ടു സംഹൗ ബി റെലവെന്റ്. ഇറ്റ് കെൻ ബി ബാഡ് ഓർ ഗുഡ്, ബട്ട് ഇറ്റ് ഹാസ് ടു ബി റെലവെന്റ്. ആരെങ്കിലും വന്ന് കാണണമെങ്കിൽ അവർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സാധനം വേണം. അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. ദർ ഹാസ് ടു ബി മറ്റാരും കൊടുക്കാത്ത എന്തെങ്കിലും നമ്മുടെ കണ്ടന്റിൽ ഉണ്ടാവണം. അപ്പൊ ദർ ഇസ് സം ആഫ്റ്റർ തോട്ട് ദാറ്റ് ഗോസ് ആഫ്റ്റർ ഇറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇറ്റ് ഓൾ ബോയിൽസ് ഡൗൺ ടു നമ്മുടെ ഒരു ലൈഫിൽ എന്ത് കാര്യം ചെയ്താലും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ത്രെഡ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രി ആണെങ്കിലും നമ്മുടെ ദാറ്റ് ഇസ് നോട്ട് സംതിങ് യു കൻ കോംപ്രമൈസ്. നമ്മുടെ പേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മുടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമത്തിന് അപ്പുറം നമ്മൾ കൊടുത്താലേ പറ്റത്തുള്ളൂ. Because that is how the field is designed. You have to be 100% plus. This country that field is inside. Oh yeah. Exactly. And അതുകൊണ്ടാണ് നമ്മളോട് വന്നത്. അല്ല, ആ ഒരു തലത്തിൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനും ഡെന്റിസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇവിടെ വന്ന് അത് പഠിക്കുന്നത്. So by God's grace we have the opportunity to provide that level of care. And സോഷ്യൽ മീഡിയ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്കിങ്. നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടാവണം എന്നുള്ളത്. ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർ പ്രത്യേകിച്ചും നമ്മൾ കണ്ടിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ വളരെ സീരിയസ് ആയിരിക്കണം. അവര് സോഷ്യൽ മീഡിയയിലൊന്നും അധികം അങ്ങനെ വരാറില്ല. ഉണ്ടെങ്കിൽ തന്നെയും ലിങ്ക്ഡിനിലോ അങ്ങനെ എങ്ങാനോ ഒക്കെ മെഡിക്കൽ കണ്ടന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. സോ അതിൽ നിന്ന് വ്യതിചലിച്ചാണ് നിങ്ങളുടെ ഒരു ലൈഫ് പോകുന്നത്. സോ പ്രൊഫഷണൽ ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലൊരു കളർഫുൾ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾ വന്നാൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ വരണമെന്നുണ്ട്, പക്ഷെ ആൾക്കാർ എന്ത് പറയും എന്നുള്ളൊരു പേടിയുണ്ട്. അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? So Adam, I think it comes down to your outlook towards your profession. Ipam എനിക്ക് medicine is only part of who I am. I am not part of medicine. നമ്മുടെ കുറെ ഡോക്ടേഴ്സിന്റെ ലൈഫ് എന്ന് വെച്ചാൽ അവരുടെ ജീവിതം മെഡിസിൻ ആണ്. And by the time you're done with your career in medicine, then you don't know what to do. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് മെഡിസിൻ is only part of me. ഇപ്പൊ എന്റെ ക്രിയേറ്റീവ് സ്പേസ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, നമ്മുടെ ഇതുപോലത്തെ തമാശകളുണ്ട്, എന്റെ ചിൽഡ്രൻസ്, നമ്മുടെ മക്കളുടെ ജീവിതമുണ്ട്. അപ്പം എന്റെ ഒരു ഔട്ട്ലുക്ക് അങ്ങനെയാണ്. ഞാൻ മെഡിസിൻ, പക്ഷെ അതിന് പ്ലസ് ഇറ്റ് ഇസ് നോട്ട് ബെറ്റർ ദാൻ ദി അതർ ലൈഫ്. ദിസ് ഇസ് ഹൗ ഐ ആം. എനിക്ക് മെഡിസിന് ഇത്രയുള്ള ഇമ്പോർട്ടൻസ് എന്റെ ലൈഫിലുള്ളൂ. അതുപോലെ ജിയും അതുപോലെ തന്നെയാണ്. അവളുടെ ഇപ്പം although she is very career oriented, she likes her personal space, her time to relax, her time to be creative. അപ്പം some people are dedicated towards their profession. They give everything to their doctors aanengil they give their 110% into medicine, and the medicine will take it out. And but adinte gunangalundu, they will excel in their fields or whatever it is. But they don't have time for their family, they don't have time for creative space. But it depends on your priorities, is what I'm trying to say. See, അത് നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ച് ഉടനെ ആ സമയത്ത് ടെനി റെസിഡൻസി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ റെസിഡൻസി കഴിഞ്ഞ് ഇന്റർണൽ മെഡിസിൻ കഴിഞ്ഞ് ഇനി എന്ത് ഫെലോഷിപ്പ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചപ്പോ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ആലോചിച്ചു. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ഹിസ് ഡിസിഷൻ. ഓക്കെ, ഞാൻ കാർഡിയോളജി ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ബി എ സർജൻ എന്നുള്ളത്. ബിക്കോസ് വി ബോത്ത്
he gave me also a say in it. പുള്ളി ഇപ്പൊ അത്ര ഒരു അത് ഇത് മെഡിസിൻ ഐ എം ഓൾ അബൌട്ട് മെഡിസിൻ ആയിരുന്നെങ്കിൽ എനിക്ക് അതിലൊരു സേ ഉണ്ടാവത്തില്ല. ദാറ്റ്സ് വേർ വി സാറ്റ് ആൻഡ് വി ഡിസൈഡഡ് ഓക്കെ വാട്ട് സ്പെഷ്യൽറ്റി ഷുഡ് വി ടേക്ക് അപ്പ് വേർ നമുക്ക് സ്റ്റിൽ വിൽ ഹാവ് ടൈം ഫോർ ഈച്ച് അതർ, വിൽ സ്റ്റിൽ ഹാവ് ടൈം ടു ട്രാവൽ, വി സ്റ്റിൽ ഹാവ് ടൈം ഫോർ അവർ കിഡ്സ്, വി സ്റ്റിൽ ഹാവ് ടൈം ടു എൻജോയ് അവർ ലൈഫ്. ഈ മെഡിസിൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് 60-65 ആകുമ്പോഴേക്കും ആള് തട്ടിപ്പോയി. വേർ ഡിഡ് യു ലിവ്, റൈറ്റ്? സോ അങ്ങനെയാണ് നമ്മളിപ്പോ ടെനിയുടെ സ്പെഷ്യൽറ്റി ചൂസ് ചെയ്താണെങ്കിലും where we know okay it is not something that's going to take up 23 hours of your 24-hour day. ഒരു വർക്ക് ലൈഫ് ബാലൻസ് തരുന്ന സ്പെഷ്യാലിറ്റീസ് നമ്മൾ അതിനെക്കുറിച്ച് വി ടോക്ട് അബൌട്ട് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. ഞാൻ ആ സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യുന്നത് തന്നെ കാരണം നമുക്ക് ഈ ഒരു ആസ്പെക്ട് ഓഫ് ലൈഫ് ഇസ് ഇമ്പോർട്ടന്റ്. പരസ്പരം നമ്മൾ കൊടുക്കുന്ന സമയവും ഇതുപോലുള്ള കളിത ഭാഷകളും ഇപ്പൊ നമുക്കിപ്പം മക്കളുണ്ടെങ്കിൽ പോലും വി ഡെഫിനറ്റ്ലി വോണ്ട് ടു റിസർവ് എ പാർട്ട് ഓഫ് അവർ ഡേ ജസ്റ്റ് ഫോർ അസ്. മക്കള് അതിനിടയിൽ വേണ്ട, ദേ ക്യാൻ ഡു ദിയർ ഓൺ തിങ്. ഐ വോണ്ട് ടൈം വിത്ത് ഹർ ആൻഡ് ഷീ വോണ്ട്സ് ടൈം വിത്ത് മീ. അപ്പൊ അത് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീച്ചറാണ്. നിങ്ങൾ ഇത്രയും നല്ല പ്രൊഫഷണലി നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത്രയും നല്ല വൈബ്രന്റ് ആയിട്ടുള്ള നല്ല രണ്ട് പിന്നെ മലയാളി ദമ്പതികളാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇതിനിടയിൽ നമ്മുടെ കല കടന്നു വരികയാണ്, കലാജീവിതം കടന്നു വരികയാണ്. സോ അത് ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു നിങ്ങളുടെ പാട്ട് പാർവൈകൾ മറന്നതായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെയാ ഈ തമിഴ് ലിറിക്സും തമിഴിലേക്കുള്ള ഒരു കടന്നുപോക്ക് എങ്ങനെയായിരുന്നു? അപ്പം അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഓബിയസ്ലി ആസ് മലയാളികൾ നമ്മൾ തമിഴ് മ്യൂസിക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എത്രത്തോളം മലയാളം പാട്ട് കേട്ട് ആസ്വദിക്കുന്നു അത്രയും തന്നെ തമിഴ് പാട്ട് നമ്മൾ ആസ്വദിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. പിന്നെ ഞാനായിട്ട് ഒരു പാട്ട് പാടാൻ വേണ്ടി ഈ ലിറിസിസ്റ്റിന്റെ അടുത്ത് ഞാൻ പോയ സമയത്ത് ആണ് നമ്മൾ ഈ പാട്ടിന്റെ ഒരു ഡിസ്കഷനിലേക്ക് എത്തുന്നത്. അല്ല, പാടിയത് ജിബിനാണ്. അപ്പോ അങ്ങനെ ഒരു കോൺവെർസേഷൻസിലാണ് നമ്മൾ ആക്ച്വലി തമിഴ് പാട്ടിലേക്ക്. പിന്നെ തമിഴ് പാട്ടില് തമിഴ് ലാംഗ്വേജിന് ഒരു പ്രത്യേകത. ചില വരികൾ സ്ട്രക്ചർ ചെയ്യാൻ തമിഴ് ലാംഗ്വേജ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷനിലൂടെയാണ് പിന്നെ തമിഴിലേക്ക് വന്നത്. ലൊക്കേഷൻ എവിടെയായിരുന്നു? ഫ്ലോറിഡ, നേപ്പിൾസ്. നമ്മൾ വി ഡിബേറ്റഡ് ബിറ്റ്വീൻ കാനഡ ആൻഡ് ഫ്ലോറിഡ. പക്ഷെ എനിക്ക് ബീച്ച് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആൻഡ് ദ സോങ് ഡിമാൻഡഡ് ദാറ്റ് ഓൾസോ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഫോർ മീ. സോ അങ്ങനെയാണ് നമ്മൾ നേപ്പിൾസ് ചെയ്തത്. ഇപ്പൊ ഇത് ഈ ഒരു വീഡിയോ ആൽബത്തിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം അതിന്റെ പിന്നിലൊക്കെ വേണ്ടതെന്നത് എനിക്കറിയാം. എങ്ങനെയായിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ, എങ്ങനെയായിരുന്നു അതിന്റെ ഡയറക്ഷൻ, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പിന്നെ അവസാനം പാക്കപ്പ് പറയുമ്പോഴത്തേനുള്ള ഒരു ജിയുടെ ഒരു പേഴ്സണാലിറ്റി, ഐ തിങ്ക് എല്ലാവരുടെയും ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിരിക്കും. നമ്മൾ അവർ അൺകംഫർട്ടബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ അവർ പുഷ് ചെയ്യുകയാണെങ്കിലും റിയാക്ട് ഇൻ സം വേ അല്ലേ. അപ്പം ജിയുടെ ആ റിയാക്ഷൻ ഇപ്പൊ എന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും റിയാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നല്ല ദേഷ്യമാണ് അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു 1 year പ്രിപ്പറേഷൻ എനിക്കുണ്ടെങ്കിൽ അതിന് 360 days ചീത്ത വിളിക്കാം. പക്ഷെ ഇതിനൊന്നും ഞാൻ ചീത്ത വിളിച്ചില്ല. കാരണം വാട്ട് എവർ ഹി വാസ് പ്ലാനിങ് അവസാനത്തെ 1-2 ആഴ്ചയുള്ളു നമ്മൾ പോവാണ്, നീ ക്ലിനിക്കൽ സ്റ്റാഫിനോട് പറഞ്ഞല്ലോ അല്ലെ ക്ലിനിക്ക് ക്ലോസ് ആയിരിക്കും, നീ വരില്ല എന്നുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, ഓ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ അളിയ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇത് കൺസീവ് ചെയ്ത സമയത്ത് ഞാൻ എഴുതിയ സ്ക്രീൻ പ്ലേ അന്ന് മന്ത്സ് അഗോ ഞാൻ കാണിച്ചു കൊടുത്തു. ഒരു ആഴ്ച കൊണ്ട് ചോദിക്കും, അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? മനസ്സിലായി? ടെൻഷൻ മാത്രമല്ല, മനസ്സിലായി ഇത് നടക്കത്തില്ലെന്നുള്ളത് മനസ്സിലായി. അപ്പോ ഇത് ഞാൻ അപ്പം ഓരോ വട്ടം ഞാൻ പറയുമ്പോഴും ഇത്രയൊക്കെ ഞാൻ കാണിക്കണം, ഞാൻ കാണിക്കണം. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഫ്രിക്ഷനാണ് ഇങ്ങനെ. അപ്പൊ എനിക്ക് മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് അബൌട്ട് ദിസ് മീര ഇസ് ദാറ്റ് ഐ ഗോട്ട് ഹർ ടു സീ ഹൗ മച്ച് ഷീ കുഡ് ഡു. അപ്പൊ അതാണ് എനിക്ക് മോസ്റ്റ് എക്സൈറ്റിംഗ്. ഇപ്പം ഐ എം എക്സൈറ്റഡ് അബൌട്ട് ദ ഫാക്ട് ദാറ്റ് വി പുൾ ദിസ് ഓഫ്. ഡയറക്ടോറിയൽ ആയിട്ട് തെറ്റില്ലാത്ത നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ ഐ എം ഈക്വലി ഹാപ്പി ദാറ്റ് ഇവളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുഷ് ചെയ്തിട്ട് അവള് തന്നെ ഡെലിവർ ചെയ്ത ഒരു സംഭവം അവൾക്ക് കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. Yeah, for me, the proudest moment was, how he pulled it off. നമ്മൾ നമ്മുടെ ലൈഫും ഇതൊക്കെ ആയിട്ട് ബിസി ആയി പോകുന്നതിന്റെ ഇടയ്ക്കും, he found time to like connect with all these people, find all these people and chart it. And then finally, നമ്മൾ ഒരു 3 daysലേക്കാണ് ഫ്ലോറിഡയില് we drove and we went. അത് കാറാണെങ്കിൽ ഈ ഉർവശി തിയേറ്റേഴ്സിന്റെ ഇത് പോകുന്ന പോലെ അതിന്റെ ബാക്കിൽ ഫുൾ സാധനങ്ങളൊക്കെ ഇടിച്ച് കയറ്റിയാണ് നമ്മൾ പോകുന്നത് ഫ്ലോറിഡ. കാരണം അതിന്റെ ഈ എന്താ പറയാ, അതിന്റെ ഈ what do you say,
ഈ പ്രൊഡക്ഷൻ ഡിസൈൻ ഞാൻ തന്നെയാണ്. എവറിത്തിങ് വാസ് A to Z was this single person. അപ്പൊ ഞാൻ സന്തോഷ് പണ്ഡിറ്റ്. അപ്പൊ ഞാൻ വീട്ടിലെ കട്ടിലൊക്കെ അഴിച്ചുപോയിക്കൊണ്ട് ഞാൻ പോവാണ്. ഞാൻ ചോദിക്കുക ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ട്, തിരിച്ചു വരുമ്പോ ഇതെല്ലാം ഇതേപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പോഴൊക്കെ ചീത്ത വിളിയാണ് മീന. ഇതെല്ലാം ഈ മനുഷ്യ ഇതൊക്കെ എന്റെ വീട് നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി എവറി ബിറ്റ് ഓഫ് വാട്ട് ഐ ടുക്ക്. കാരണം ഡെയിലി ആമസോണിൽ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് ഡെലിവർ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ എനിക്ക് ദൈവം ഇത് എത്ര ഡോളറായി ഇറങ്ങിക്കൊണ്ടിരിക്കണെങ്കിലോ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ദൈവം അനുസരിച്ച് എല്ലാം പോയി കറക്റ്റ് ആ 3 days നമ്മൾ ഉദ്ദേശിച്ച പോലെ ഷൂട്ട് ചെയ്യാൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇത് വീഡിയോ ഇറങ്ങുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുന്നേ ഒരു റീൽ ഇട്ടിരുന്നു, ടെലിംഗ് ആ ഫാൻസ് നമ്മൾ ഇത് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഐ ഷെയർ എ പിക്ചർ വിത്ത് യു, ഫ്യൂ പിക്ചേഴ്സ് വിത്ത് യു വേർ ഇറ്റ് ഷോസ് അതിന്റെ ആ ഒരു ജോയ് ആൻഡ് ഹൗ പ്രൗഡ് ഐ വാസ് ഓഫ് ഹിം എന്നുള്ളത്. ആ ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്. ആ ബീറ്റ് സീക്വൻസ് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലൈക്ക് അവിടെ വെച്ച് ഞാൻ അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. അത് എന്റെ കോസ്റ്റാർ ആൻഡിയാണ് അവന്റെ ക്യാമറയിൽ അത് ക്യാപ്ചർ ചെയ്തിരുന്നു അവന്. എന്നിട്ട് അത് തന്നപ്പോ അവന് ഒരു ഉമ്മ കൊടുത്തപ്പോ അത് ഇറ്റ് വാസ് ബിക്കോസ് ഐ വാസ് ഇമ്മൻസ്ലി പ്രൗഡ് ഓഫ് വാട്ട് ഹി ഹാസ് ഡൺ എന്നുള്ളത്. കാരണം നമുക്ക് ഈ പറയണം, നമ്മൾ ബിസി ആയിട്ടുള്ള ലൈഫിൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടെ TV കാണാം, നമുക്ക് റിലാക്സ് ചെയ്യാം എന്ന് പറയുന്നതിന് പകരം ഹീസ് ലൈക്ക് നോ വി ഗോtta do this too, we gotta do this too. ചിലപ്പോ ഞാൻ പറയും ഓക്കെ യു നീഡ് ടു സ്ലോ ഡൗൺ, നമുക്ക് ഇത്ര നമുക്ക് ഓവർ അംബിഷ്യസ് ആവണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഐ വാസ് വെരി 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 പ്രൗഡ് ഓഫ് ഹിം. മീര എല്ലാവരും ഹഗ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതുപോലൊരു മൊമെന്റ് ആയിരുന്നു ഈ സമയത്ത് ജി എനിക്ക് തന്നത്. അപ്പം ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ ഫോർ മീ. കാരണം ഈ ടെൻഷൻ ഇവളുടെ ഉള്ളത് കൊണ്ട് ഷീ നെവർ കുഡ് അപ്രീഷിയേറ്റ് ദ ഹാർഡ് വർക്ക്. അപ്പം ആ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് അവൾ ഈസലായി അതിന്റെ ഒരു ഭംഗിയും അവൾ ഉദ്ദേശിച്ച ആ ടെൻഷനുള്ള ഇന്റിമസി സീക്വൻസസ് അത് ഉദ്ദേശിച്ച പോലെ ഒരു ഡിഫിക്കൽട്ട് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് വാസ് ആക്ച്വലി ഈസി ആൻഡ് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഓഫ് എ പ്രോബ്ലം എന്നുള്ളതൊക്കെ ഓവർകം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ചെയ്യുന്നൊന്ന് കെട്ടിപ്പിടിക്കാനും ഒന്ന് അക്നോളജ് ചെയ്യാനും പറ്റിയത്. ദാറ്റ് വാസ് എ വെരി സ്പെഷ്യൽ മൂമെന്റ് ഫോർ മീ. അപ്പോഴാണ് ഞാനൊന്ന് കണ്ണ് നടന്നത്. സോ ഇറ്റ് വാസ് ഗുഡ്. അപ്പൊ നമ്മുടെ ലവ്ഡ് വൺസിന്റെ അക്നോളജ്മെന്റ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അത് ഭയങ്കര റിയൽ ആയിട്ട് വരുമ്പോഴത്തേക്ക് So it was a process. I enjoyed it thoroughly. പാട്ട് നല്ല പാട്ടായിരുന്നു. Very much so. Very much so. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത നമ്മുടെ ഒരു ചെറിയൊരു സെഷനാണ്. ഹൃദയ താളം എന്നല്ല ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണോ അത് ചെറിയ ചെറിയ ചോദ്യങ്ങളാ. രണ്ടുപേരും ആരെങ്കിലും ഉത്തരം പറയാം. ഏറ്റവും കൂടുതൽ വെല്ലുവിളി നിറഞ്ഞത് ഒരു രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കുന്നതാണോ അതോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണോ? രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കുന്നത്. ക്ലിനിക്കിൽ വെച്ച് ഒരു മല്ലു ഗോമസ് ആരാധകനായ ഒരു രോഗിയെ കാണുമ്പോൾ ആദ്യം തോന്നുന്നത് സന്തോഷമാണോ അതോ ഒരു ഇതാണോ? എങ്ങനെയാ? ആരോഗ്യമാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷമാണ്. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്കിപ്പോ നമ്മള് ഗ്രീൻവിൽ ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ഹോൾ ലോട്ട് ഓഫ് മലയാളി. അപ്പൊ എല്ലാവർക്കും നമ്മൾ അറിയാവുന്നവർ തന്നെയാണ്, റൈറ്റ്? പിന്നെ നമ്മുടെ അല്ലാണ്ട് ഇവിടെ നിന്നുള്ള പേഷ്യൻസിന് ദേ പ്രോബ്ലി ഡോണ്ട് നോ അസ് ത്രൂ സോഷ്യൽ മീഡിയ. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ഓബിയസ്ലി റീച്ചസ് മോർ ടു ദ മലയാളി. സോ പക്ഷെ എന്റെ സ്റ്റാഫിനൊക്കെ അവർക്കറിയാം, അവര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നോട്ട് റിയലി. ആരും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജിയാണോ അതോ ചെന്നിയാണോ? നമ്മളൊരു സ്ട്രിക്ട്നെസ് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇപ്പൊ നാട്ടിലാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ ഉണ്ട് ഒരു ഓൾഡ് ജനറേഷൻ. ഇവിടുത്തെ ആണുങ്ങള് ഭയങ്കര ഒരു ഗോഡ് കോംപ്ലക്സ് ഉള്ള ആണുങ്ങള് ഇവിടുത്തെ ഓൾഡ് ജനറേഷനിലുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ദ സിസ്റ്റം ആൻഡ് ദ പേഷ്യന്റ് വിൽ മേക്ക് യു ഹംബിൾ. നമ്മള് ഒരു യുവർ ലൈക്ക് എ സർവീസ് പേഴ്സൺ. നമ്മള് രോഗിയെ നമ്മള് സേവിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ സ്റ്റാഫിന്റെ അടുത്തൊക്കെ യു ഹാവ് ടു ബി സ്ട്രിക്റ്റ്, യു ഹാവ് ടു ബി സ്ട്രിക്റ്റ്, റൈറ്റ്? കാരണം യു ആർ റണ്ണിങ് ദ ഷോ. പക്ഷെ ആ ഒരു ഫൈൻ ലൈനാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ പ്രത്യേകിച്ച് ഞാനൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ I have to have my employees have to be comfortable to approach me. അവർക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ജോലിയുടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ കൂടെ, റൈറ്റ്? അവരുമായിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആനിമോസിറ്റി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ I am the one suffering because I'm not enjoying the process. വേഴ്സസ് ഇപ്പൊ ഞാൻ എന്റെ സ്റ്റാഫുമായിട്ട് തമാശ പറയുന്നു, ദേ ആർ ഓൾസോ ഹാവിങ് എ ഗുഡ് ടൈം, അവർക്കും തമാശ എന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഐ എം എൻജോയിങ് ദാറ്റ് ഡേ ടു. അല്ലെങ്കിൽ ആ 8 മണിക്കൂർ കഴിഞ്ഞ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങാൻ ഞാൻ ഇതിപ്പോ അങ്ങനെയല്ല. കാരണം ജോലിയിൽ അവർക്കാണെങ്കിലും വന്ന് തമാശകൾ പറയാൻ പറ്റുന്നുണ്ട്, ജോക്സ് പറയാൻ പറ്റുന്നുണ്ട്. മൈ പേഷ്യൻസ് ആർ ഏബിൾ ടു ജോക്ക് വിത്ത് മീ.
So I feel like അത് ആ ഒരു ബൗണ്ടറി അത്രയ്ക്ക് അങ്ങില്ല. But at the same time, where you have to be professional, you have to be professional. Yes. You have to demand that accountability. Yeah. അത് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഈ ടേക്ക് കൂടുതൽ പോയത് ജിയെ ആണോ, കോ സ്റ്റാർ ആണോ, അതോ ടെന്നിയുടെ ഇത് വന്നപ്പോ ടെന്നിയാണോ? ആക്ച്വലി ടേക്സ് നമുക്ക് അധികം റീടേക്സ് ഒരുപാട് വേണ്ടി വന്നില്ല. കുറച്ച് റീടേക്സ് വേണ്ടി വന്നത് ഇപ്പം ജിയുടെയും റാൻഡിയുടെയും സീക്വൻസസിനകത്ത് കുറച്ച് റീടേക്സ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ റിയലി വി ഡിഡ്ന്റ് ഹാവ് ടു ടേക്ക് ടു മെനി റീടേക്സ്. ഐ തിങ്ക് വാസ് മോസ്റ്റ്ലി ഫോർ ഇപ്പൊ ക്യാമറമാന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഫോക്കസ് ഫുൾ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ദേഹത്തൊക്കെ ഈ ലെൻസ് പറ്റുന്നില്ല, വേറെ ലെൻസ് എടുത്തിട്ടോ അങ്ങനെയായിരുന്നു കൂടുതലും. ടെക്നിക്കൽ സൈഡിൽ നിന്നായിരുന്നു we didn't have to. കാരണം എന്റെ ആ ഇമോഷണൽ സീക്വൻസ് തന്നെ ഇറ്റ് വാസ് 2 takes. അതൊക്കെ നമ്മള് ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. മോഹൻലാലൊക്കെ പറയുന്ന പോലെ ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാണ്. ഞാനൊരു മെത്തേഡ് ആക്ടറാണ്. മെത്തേഡ് ആക്ടിംഗ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് ഒരു പ്രിപ്പറേഷൻ. അല്ല, നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പറയണ്ട, അതെ അങ്ങനെ പറയണ്ട. ഓക്കെ, അപ്പൊ ഈ വിമർശകർക്ക് എന്താണ് പറയാനുള്ളത്? മറുപടി എന്താ പറയാനുള്ളത്? സ്ഥിരം വരുന്ന ആ വിമർശകർക്കല്ല, സ്ഥിരം നമുക്ക് വിമർശകർ വരാറുണ്ടല്ലോ. നമുക്ക് സാധാരണ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വിമർശനങ്ങൾ വരാറുണ്ടല്ലോ. വിമർശനങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആഗ്രഹിക്കുന്നത്? മീര, എനിക്ക് വരുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത്, ഇപ്പം റെപ്യൂട്ടേഷൻ ബിലോങ്സ് ടു ദ പബ്ലിക്, ക്യാരക്ടർ ബിലോങ്സ് ടു മീ. അപ്പൊ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്റെ സ്വഭാവവും, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരെന്ത് പറയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി സെക്കൻഡറി. അത് ഇപ്പോൾ ഓൾവേസ് റിമെയിൻ സെക്കൻഡറി. കാരണം ഞാൻ ഒരുത്തൻ തുണിയിടാൻ പറയുമ്പോൾ ഇടുകയും ഊരാൻ പറയുമ്പോൾ ഊരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഇസ് മൈ തോട്ട്. അപ്പം നിങ്ങൾ വിമർശിക്കുക, കാരണം നിങ്ങളുടെ സ്പേസിലേക്ക് നമ്മുടെ കണ്ടന്റ് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിമർശിക്കാൻ പറ്റും. സോ കണ്ടിന്യൂ ടു ഡു ദാറ്റ് ആൻഡ് ദെൻ വി വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. അപ്പോ ഈ ഡോക്ടർ എന്നുള്ള നിലയിൽ ജിയെ കുറിച്ച് ഒറ്റ വാക്കിൽ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ? As a doctor, I am very proud of her. She is very accomplished. She is very driven. She is very OCD about her about her career stuff at the house. അപ്പം I'm very happy with. The only thing is എനിക്ക് ഒരു വിമർശനം കൊടുക്കാനുണ്ടെങ്കിൽ I would be chill. ചില സമയത്ത് take it easy. ചില സമയത്ത് be less anxious about life. But outside of that, she is an inspiration for a lot of people in her career. So I'm proud of her. How about you, Jia? About Tenny? Tenny is a perfectionist. That's the word. ടെനിക്ക് എന്ത് ചെയ്താലും he has to give it 110% എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പൊ ഒരാളൊരു ഹെൽപ്പ് ചോദിച്ചാണെങ്കിൽ കൂടി he'll go over and beyond and over to like do the best for that person എന്നുള്ള. അപ്പൊ ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ ഇന്നൊരാളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ ഒരു മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ he'll immediately pick up the phone and like call his friends. ഇപ്പൊ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കണക്ട് ചെയ്താലെന്ന് വെച്ച് കഴിഞ്ഞാൽ he'll try to see we can find someone who is within the circle to like connect this person to that എന്നുള്ള രീതിയിൽ. വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ സമയം എനിക്ക് തരാം. ഞാൻ ശരിക്കും പിണങ്ങാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എല്ലാം കഴിഞ്ഞ് ചില നേരത്ത് ഇപ്പോ ഒരു റീൽ ഇനി ഈ റീൽ ഇങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കിടക്കാടി ഞാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കിടക്കും ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് പതുക്കെ ഫോണിലേക്ക് നോക്കും, 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യണം, വരുന്നുണ്ടോ ഇല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വാശി പിടിക്കാറുണ്ട്. ലൈക്ക് വേർ ഐ നീഡ് ദ ടൈം, ഐ ഹാവ് ടു ഹാവ് ദ ടൈം. ഇപ്പൊ ജിയാന്റെ ഇത് കിട്ടുന്ന എനിക്ക് ഒരു വാല്യുബിൾ വിമർശനം is always to be sometimes be a little more sensitive towards her. Like നമ്മൾ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു എടാപോടാ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് മോർ ദാൻ ഒരു ഹസ്ബൻഡ് പ്രൊട്ടക്ടിങ് എ വൈഫ് കൈൻഡ് ഓഫ് എ തിങ്. അപ്പൊ ചില സമയത്ത് ഷീ ഈസ് ലൈക്ക് maybe be a little more sensitive. എല്ലാ ദിവസവും ഞാൻ ഒരേപോലെ അല്ല. അപ്പൊ ചില സമയത്ത് maybe you can think of me as a spouse and maybe be a little more considerate and a little more caring എന്നുള്ള ചിലപ്പോൾ പറയാറുണ്ട്. Which I think that is something I can work on. അത് ചിലപ്പോൾ അത് I think even as couples there is nothing wrong in saying that to each other. ഇപ്പൊ ചില ദിവസങ്ങൾ if I've had a stressful day at work and I know emotionally ഞാൻ കുറച്ച് ഒന്ന് riled up ആണെങ്കിൽ I'll tell him, Tenny, today I'm at a 30%, which means he'll have to take up the 70% rest, or he knows എന്നെ കുറച്ച് ഇമോഷണലി സപ്പോർട്ട് ചെയ്യേണ്ടി വരും, എന്നെ കുറച്ച് പാമ്പർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ നിൽക്കേണ്ടി വരും എന്നുള്ളത്.
സോ ഐ തിങ്ക് നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 15 വർഷമായിട്ടാണെങ്കിലും ഹൗ ആർ യു ഏബിൾ ടു സ്റ്റിൽ ഹാവ് ദാറ്റ് കെമിസ്ട്രി ബിറ്റ്വീൻ യു? ദാറ്റ് ഇസ് വെയർ ഒബ്വിയസ്ലി ദർ ഇസ് ദ പാഷൻ, റൈറ്റ്? ആൻഡ് ദെൻ നമുക്ക് ഫിസിക്സും ബയോളജിയും ഒക്കെ ശരിയായി പോകുന്നുണ്ട്. ഫിസിക്സും ബയോളജിയും കെമിസ്ട്രി ഒക്കെ ശരിയാവും. And that is why you also have to be vocal about it. Right. ഞാൻ പറഞ്ഞ പോലെ, if I'm feeling just 20 or 30%, and if I'm having a low day that day, I have to be able to tell him, you know, you have to be my support today. അതേപോലെ തന്നെ അവനും എന്നോട് പറയാറുണ്ട്. If he has had a rough day, he's like, okay, ഇന്ന് I need you to be the upper hand എന്ന് പറയുന്നത്. And ആ ഒരു നമുക്ക് വോക്കലായിട്ട് പറയാൻ പരസ്പരം പറ്റുക എന്നുള്ളതാണ്, again, you know, it helps the relationship. ഒരു ടിപ്പ് ജിയയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ടിപ്പ് തരണം എന്ന് പറഞ്ഞാല് ജിയ എന്ത് ടിപ്പാ കൊടുക്കുക? ഒരു ഹെൽത്ത് ടിപ്പ്. Health tip. Well, The dentist- always about the palle. Persian floss. അപ്പൊ നമ്മുടെ ചെന്നിയുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പൊ എന്റെ ഒരു ഹെൽത്ത് ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പം ജിമ്മി പോവാ, ഡെയിലി ജിമ്മി പോവാ, ജിമ്മിനെ ഇപ്പം ഫിറ്റ്നസ് എന്ന് പറയുന്നത് ജിം മാത്രമല്ലല്ലോ. നടക്കുക. മൈ മെയിൻ തിങ് വുഡ് ബി ഈറ്റ് ഹെൽത്തി. നമ്മുടെ കാരണം ഇപ്പൊ ക്യാൻസർ ആണെങ്കിലും നമ്മുടെ അല്ലാത്ത ഹെൽത്ത് ആണെങ്കിലും യുവർ ഫുഡ് ഇസ് ദ ബിഗസ്റ്റ് ഫാക്ടർ, ഫുഡ് ഇസ് ദ ബിഗസ്റ്റ് മെഡിസിൻ. അപ്പം കൊച്ചുനാള് തൊട്ടേ ഈറ്റ് ഹെൽത്തി, ഈറ്റ് റൈറ്റ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഈറ്റിംഗ്. അതായിരിക്കും ഞാൻ കൊടുക്കുന്ന മെയിൻ ടിപ്പ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ കുറെ നാള് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മല്ലു ഗോമസ് എന്ന് പറഞ്ഞ ആ ഒരു പേര് കേൾക്കുമ്പോ ആൾക്കാരുടെ മനസ്സിൽ എന്തായിരിക്കണം മനസ്സിലേക്ക് ഓടി വരിക എന്ന് വിചാരിച്ചു കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ആലോചിച്ചു നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഇപ്പൊ കുറെ നാള് what would be the legacy of the page? In reality, നമ്മുടെ legacy is going to be very different from what your social media legacy is. ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്ന നമ്മുടെ ഫൈനാൻസസ്, your assets and whatever, it's completely different. അതൊന്നും ലോകം കാണുന്നില്ല. ലോകം കാണുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ആണ്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, I think it would be the main thing for me would be a couple who lived the way they want to live. എന്നുള്ളതായിരിക്കും the main ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. I think for me it would be happiness. When people see it, നമുക്ക് തന്നെ ഒത്തിരി DM messages വരാറുണ്ട്. People will be like, well, I was having a rough day, അല്ലെങ്കിൽ I was so depressed today, but then നിങ്ങളുടെ റീൽ കണ്ടപ്പോൾ it just made me smile എന്ന് പറഞ്ഞത്. For me, I think that would be the takeaway. Just to spread happiness and positivity out there. അത് എളുപ്പമല്ല, to make another person smile എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് സോ നൈസ്. എനിക്ക് എന്താ പറയാ, ഇത്രയും സമയം എനിക്ക് തന്നതിനും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിനും ഇത്രയും സമയം എനിക്ക് തന്നതിനും അഗെയിൻ സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് വീണ്ടും ഒരു അതിഥിയുമായി പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ദിസ് ഇസ് മീര ശങ്കർ സൈനിങ് ഓഫ് ഫ്രം ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് മീര ശങ്കർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.